Hi dears, welcome to a Dream BCom online class. Today we are discussing Principles of Marketing, BCOE 141, Principles of Marketing, Block 1, Unit 3, Markets and Market Segmentation. എന്താണ് മാർക്കറ്റ് എന്നുള്ള ടേം കൊണ്ട് അർത്ഥമാക്കുന്നത്, അതേപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാർക്കറ്റ്സ് ഏതൊക്കെയാണ്, മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ടാർഗറ്റ് മാർക്കറ്റിംഗ് എന്താണ്, പ്രോഡക്റ്റ് പൊസിഷനിങ് ആൻഡ് റീപൊസിഷനിങ്, അത്രയും ടേംസ് ആണ് നമ്മൾക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. അപ്പോൾ മാർക്കറ്റ് എന്നുള്ള ടേമിനെ പലരും പല രീതിയിലാണ് ഡിഫൈൻ ചെയ്യാറുള്ളത്. ഇപ്പോൾ ഇക്കണോമിസ്റ്റുകളാണെങ്കിൽ അവർ അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ പറയും, മാർക്കറ്റേഴ്സ് അവരുടെ വ്യൂവിൽ പറയും, കോമൺ പീപ്പിൾ അവരുടെ രീതിയിൽ മനസ്സിലാക്കും. അപ്പോൾ ഒരു കോമൺ ഐഡിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു നോർമൽ സെൻസിൽ ദ ടേം മാർക്കറ്റ് റെഫേഴ്സ് to several buyers and sellers shops located area. നോർമലായിട്ട് ഇപ്പം നമ്മൾ സാധാരണക്കാർ ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു ചന്ത, സാധാരണ നമ്മൾ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ചന്ത എന്നൊക്കെയാണ് അർത്ഥമാക്കാറുള്ളത്. അപ്പോൾ ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ഷോപ്പുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ബയേഴ്സും സെല്ലേഴ്സും ഒരുമിച്ച് ചേരുന്ന ആ ഒരു സ്ഥലം, ആ ലൊക്കേഷൻ, അതിനെയാണ് ഒരു പ്ലേസ് കൺസെപ്റ്റാണ് അവിടെ വരുന്നത്. എവിടെയാണോ ബയേഴ്സും സെല്ലേഴ്സും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്, ബൈയിങ് ആൻഡ് സെല്ലിങ് എന്ന് പറയുന്ന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ഏത് സ്ഥലത്താണോ അവർ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത് ആ സ്ഥലത്തിനെയാണ് നമ്മൾ മാർക്കറ്റ് എന്നുള്ള ടേം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതാണ് ഒരു ജനറൽ മീനിങ്. ദെൻ എക്കണോമിസ്റ്റിൻ്റെ വ്യൂ പോയിന്റിൽ ഇവരിങ്ങനെ ഒരു സ്ഥലം, ആ ഒരു ഏരിയക്കല്ല പ്രാധാന്യം കൊടുക്കുന്നത്. അക്കോർഡിംഗ് ടു ദം മാർക്കറ്റ് refers to collection of or groups of buyers and sellers who meet together to exchange product or product range. അപ്പോൾ ഇക്കണോമിസ്റ്റുകളുടെ വ്യൂ പോയിന്റിൽ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കൂട്ടം ബയേഴ്സും സെല്ലേഴ്സും കൂടി ചേർന്നിട്ടുണ്ടായിരിക്കും. എന്തിനു വേണ്ടിയാണ്? അവർ ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു കൂട്ടം പ്രോഡക്ട്സോ പരസ്പരം കൈമാറുന്നതിന് വേണ്ടി അവർ കൂടി ചേർന്നിട്ടുണ്ടായിരിക്കും. അതിനെയാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നതാണ് എക്കണോമിക്സ്റ്റുകൾ പറയുന്നത്. അപ്പോൾ സെല്ലേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഇൻഡസ്ട്രി ആൻഡ് ബയേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് മാർക്കറ്റ്. അപ്പോൾ എക്കണോമിസ്റ്റുകളുടെ വ്യൂ പോയിന്റ് പ്രകാരം സെല്ലേഴ്സ് ആണ് ആ ഇൻഡസ്ട്രി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, ബയേഴ്സ് ആണ് മാർക്കറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. എന്നാൽ ഈ സാധാരണക്കാരുടെ വ്യൂ പോയിന്റുമല്ല, സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുടെ വ്യൂ പോയിന്റുമല്ല, മാർക്കറ്റേഴ്സ് പറയുന്നത് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് എന്നാണ്. According to marketers' point of view, market means a group of potential buyers who have the willingness and ability to pay for a product which is needed to satisfy their need or wants. ഒരു കൂട്ടം ബയേഴ്സ് എന്ന് പറയുമ്പോൾ അവരെങ്ങനെയാണ്, അവർക്ക് എന്തെങ്കിലും ഒരു അൺസാറ്റിസ്ഫൈഡ് നീഡ് ഉണ്ടായിരിക്കും, അവർക്കൊരു പ്രത്യേക ആവശ്യമുണ്ടായിരിക്കും. അത് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി പ്രോഡക്റ്റുകളോ സർവീസുകളോ വാങ്ങാനുള്ള വില്ലിങ്നെസ്, വാങ്ങാൻ അവർ സന്നദ്ധരാണ്. അതോടൊപ്പം തന്നെ അവർക്ക് എന്തുകൂടി വേണം? എബിലിറ്റി ടു പേ. ആ പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ പ്രൈസ് പേ ചെയ്യാനുള്ള കഴിവും വേണം. അപ്പോൾ പ്രോഡക്ട്സോ സർവീസോ വാങ്ങാനുള്ള വില്ലിങ്നെസ്സും അതിനുള്ള എബിലിറ്റിയുമുള്ള പൊട്ടൻഷ്യൽ ബയേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ്, അവരാണ് മാർക്കറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്നാണ്
ആ എക്സ്പെക്റ്റേഷൻസിനും അനുസരിച്ച് സ്യൂട്ടായ പ്രോഡക്റ്റ് ആണോ നമ്മൾക്ക് കിട്ടിയത് എന്ന് പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാലാണ് അറിയുന്നത്. അപ്പോൾ അങ്ങനെ ആഫ്റ്റർ പർച്ചേസ് ഓർ ആഫ്റ്റർ യൂസേജ് വി വിൽ ഷോ എ ബിഹേവിയർ. അതാണ് പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ. അത് പോസിറ്റീവ് ടൈപ്പിലും ഉണ്ടാവാം, നെഗറ്റീവ് ടൈപ്പിലും ഉണ്ടാവാം. പ്രോഡക്റ്റ് സാറ്റിസ്ഫാക്ടറി ആണെങ്കിൽ നമ്മളത് നമ്മുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ബാക്കിയുള്ളവർക്കോ ഒക്കെ റെക്കമെൻഡ് ചെയ്യാനും ആ പ്രോഡക്റ്റിനെ കുറിച്ച് നല്ല രീതിയിലുള്ള പോപ്പുലാരിറ്റി കൊടുക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അത് പോസിറ്റീവ് റെസ്പോൺസ് ആണ്. ദെൻ ഓപ്പോസിറ്റ് ആണ് നമ്മൾക്കുണ്ടായ അനുഭവമെങ്കിൽ നെഗറ്റീവ് റെസ്പോൺസും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന മാർക്കറ്റാണ് കൺസ്യൂമർ മാർക്കറ്റ്, യഥാർത്ഥ ഉപഭോക്താക്കളുടെ മാർക്കറ്റ്. രണ്ടാമത്തെ കാറ്റഗറി അതല്ല, ഓർഗനൈസേഷണൽ മാർക്കറ്റാണ്. ഓർഗനൈസേഷണൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ദ ബയേഴ്സ് മേ ബി ഇൻഡിവിജ്വൽസ് ഓർ ഓർഗനൈസേഷൻസ്. ഓർഗനൈസേഷണൽ മാർക്കറ്റിൽ നമ്മുടെ പ്രോഡക്ട്സ് വാങ്ങിക്കുന്ന ബയേഴ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ വ്യക്തികളാവാം, ചിലപ്പോൾ ആരാവാം, സ്ഥാപനങ്ങളാവാം. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത് അവരുടെ സ്വന്തം ഉപയോഗത്തിനല്ല. സ്വന്തം ഉപയോഗം എന്ന് പറയുമ്പോൾ അവർ വീണ്ടും ഒരു പ്രോസസ്സിങ്ങിന് വേണ്ടി, അൾട്ടിമേറ്റ് കൺസംഷൻ അല്ല, ഫർദർ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ഒരു 100 ചാക്ക് സിമൻറ്റ് വാങ്ങുന്നുണ്ട്. എന്തിനു വേണ്ടിയായിരിക്കും? അവർ വീട് പണിക്ക് ഉപയോഗിച്ച് ആ വീട് വേറൊരാൾക്ക് വിൽക്കാൻ വേണ്ടിയാവും. കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. അല്ലെങ്കിൽ ഒരു ബിൽഡിങ് അത് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് ബിൽഡിങ്ങിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി വേറെ ആൾക്ക് വിൽക്കാൻ വേണ്ടിയാവും. അങ്ങനെ വിൽക്കാൻ വേണ്ടി പ്രോഡക്ട്സ് വാങ്ങിക്കാം, അല്ലെങ്കിൽ വേറൊരു ഫൈനൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രോഡക്റ്റ് വാങ്ങിക്കാം. അങ്ങനെയുള്ള ബയേഴ്സ് വരുന്നതാണ് ഓർഗനൈസേഷണൽ മാർക്കറ്റ്. അതിൽ തന്നെ വീണ്ടും ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ മാർക്കറ്റ്, റീസെല്ലർ മാർക്കറ്റ്, അതേപോലെ തന്നെ ഗവൺമെൻറ് മാർക്കറ്റ്. അപ്പോൾ ഇൻഡിവിജ്വൽ ബയേഴ്സ് ആണെങ്കിൽ നമ്മളുടെ കൺസ്യൂമർ മാർക്കറ്റ്, സ്ഥാപനങ്ങൾ വാങ്ങിക്കുന്നതാണെങ്കിൽ ഓർഗനൈസേഷണൽ മാർക്കറ്റ്. ഇവർ അൾട്ടിമേറ്റ് കൺസംഷന് വേണ്ടി ആയിരിക്കില്ല, ഫർദർ പ്രൊഡക്ഷനോ എന്തിനെങ്കിലും വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ ഫർദർ യൂസേജ്. അതിൽ ഇൻഡസ്ട്രിയൽ മാർക്കറ്റ്. ഇൻഡസ്ട്രിയൽ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ റോ മെറ്റീരിയൽസ് ആയിരിക്കും പർച്ചേസ് ചെയ്യുന്നത്. ഡിഫറെൻ്റ് ഇൻഡസ്ട്രീസ് ഉണ്ട്. അപ്പോൾ അവർക്ക് പ്രൊഡക്ഷൻ നടത്താൻ അവരുടെ അൾട്ടിമേറ്റ് ഗുഡ്സ്, ആ ഫൈനൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ റിക്വയർഡ് റോ മെറ്റീരിയൽ ആയിരിക്കും ഇൻഡസ്ട്രിയൽ ബയേഴ്സ് വാങ്ങുന്നത്. പ്രധാനമായി വരുന്ന ഇൻഡസ്ട്രീസ്, ഇൻഡസ്ട്രിയൽ മാർക്കറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ, ഫോറസ്ട്രി, ഫിഷറീസ്, മൈനിങ്, മാനുഫാക്ചറിങ്, കൺസ്ട്രക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, പബ്ലിക് യൂട്ടിലിറ്റീസ്, ബാങ്കിങ്, ഫിനാൻസ് ആൻഡ് ഇൻഷുറൻസ്, അതേപോലെ തന്നെ സർവീസസ്. ഇത്തരം ഇൻഡസ്ട്രിയൽ യൂണിറ്റുകൾ അവരുടെ ഫൈനൽ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ കടന്നു പോകുന്ന പ്രോസസ്സിലൂടെ ആയിരിക്കില്ല ഇവരുടെ പ്രോസസ്സ് നടക്കുന്നത്. അവരവരുടെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനിച്ച് പ്രോഡക്റ്റിന് ഓർഡർ കൊടുത്ത് വാങ്ങിക്കുകയൊക്കെ ആയിരിക്കും പ്രോസസ്സിൽ വരാം. ദെൻ റീസെല്ലർ മാർക്കറ്റ്. റീസെല്ലർ എന്ന് പറയുമ്പോൾ ആ വാക്കിൽ തന്നെയുണ്ട് വിൽക്കാൻ വേണ്ടി വാങ്ങുന്നവർ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഹോൾസെയിലർ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്ന് കുറേ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നുണ്ടായിരിക്കും. എന്തിനു വേണ്ടി? അയാൾക്ക് ഉപയോഗിക്കാനാണോ? അല്ല, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റീറ്റെയിലേഴ്സിന് വിതരണം ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് വിൽക്കാൻ വേണ്ടി. അപ്പോൾ ദ റീസെല്ലർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ദ ബയേഴ്സ് പർച്ചേസിങ് ഗുഡ്സ് ഫോർ റീസെല്ലിംഗ് ദം ടു അതർ ബയേഴ്സ്. ഇവർ പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നു, എന്നിട്ട് അത് വേറെയുള്ള ആളുകൾക്ക് വിൽക്കുന്നു. ഇപ്പോൾ റീറ്റെയിലറുടെ കേസും അങ്ങനെ തന്നെയാണ്. അയാൾ ഹോൾസെയിലറുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങിക്കുന്നു, അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിന് വിൽക്കുന്നു. അപ്പോൾ വിൽക്കാൻ വേണ്ടി വാങ്ങുന്ന ബയേഴ്സാണ് റീസെല്ലർ മാർക്കറ്റിൽ വരുന്നത്. ദെൻ ഓർഗനൈസേഷണൽ മാർക്കറ്റിൻ്റെ മൂന്നാമത്തെ കാറ്റഗറിയാണ് ഗവൺമെൻറ് മാർക്കറ്റ്. ഗവൺമെൻറ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടായിരിക്കും. ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും അവർക്ക് ഒരുപാട് പ്രോഡക്ട്സ് ആവശ്യമായിട്ട് വരും. അപ്പോൾ അവർ നമ്മൾക്ക് നമ്മുടെ പ്രൊഡ്യൂസേഴ്സിനോ അല്ലെങ്കിൽ കമ്പനികൾക്കോ ഒക്കെ ഓർഡർ കൊടുത്ത്
പ്രോഡക്ട്സ് ഒക്കെ വാങ്ങിക്കാറുണ്ട്. പക്ഷേ ഇവിടെയുള്ള പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ കുറച്ചുകൂടി ഒരു കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയറാണ്. അവരാദ്യം കൊട്ടേഷൻസ് ഇൻവൈറ്റ് ചെയ്യും. എന്നിട്ട് ആരാണോ ഏറ്റവും കുറഞ്ഞ വിലയിൽ ബിഡ് ചെയ്യുക എന്ന് പറയില്ലേ, വില പേശുക, കൊട്ടേഷൻ കൊടുക്കുന്ന സമയത്ത് ടെൻഡർ വിളിക്കും. എന്നിട്ട് കൊട്ടേഷൻ കൊടുക്കുമ്പോൾ ആരാണോ ഏറ്റവും ചുരുങ്ങിയ പൈസയ്ക്ക് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ സപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത് അവരുടെ ടെൻഡർ അല്ലെങ്കിൽ അവരുടെ കൊട്ടേഷനാണ് ഗവൺമെൻറ് ആക്സെപ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ അവരുടെ കണക്കുകളൊക്കെ പരിശോധിക്കാൻ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഉണ്ട്. അപ്പം ഗവൺമെൻറ്റിൻ്റെ പബ്ലിക് എക്സ്പെൻസും അതിലുണ്ടാകുന്ന വേസ്റ്റേജും ഒക്കെ ചെക്ക് ചെയ്യാൻ ഡിഫറെൻറ്റ് കമ്മിറ്റീസ് ഉണ്ടാവും. അപ്പോൾ MLA-മാരാണെങ്കിലും MP-മാരാണെങ്കിലും അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും അവർ ഓരോ പൈസയും ചെലവഴിക്കുന്ന സമയത്ത് അതിന് വ്യക്തമായ കണക്കുകൾ ബോധിപ്പിക്കണം. അപ്പോൾ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള പർച്ചേസ് ഓർഡറൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇടപാട് നടക്കാൻ കുറച്ച് മെല്ലെ നടക്കുള്ളൂ. റെഡ് ടാപ്പിസം എന്നൊക്കെ നമ്മൾ പറയും, ചുവപ്പ് നാട കുരുക്ക് എന്നൊക്കെ. കാരണം ഓർഡറുകൾ പാസ്സായി ബയേഴ്സിന് വാങ്ങിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ എന്താണ് മാർക്കറ്റ്, ഏതൊക്കെ ടൈപ്പാണ് മാർക്കറ്റുകൾ ഉള്ളത്? ആ രണ്ടാമത്തെ കാറ്റഗറി ആയിട്ടുള്ള ഓർഗനൈസേഷണൽ മാർക്കറ്റിൽ തന്നെ വീണ്ടും 3 സബ് ഡിവിഷൻസ് ഉണ്ട്. ഇൻഡസ്ട്രിയൽ മാർക്കറ്റ്, റീസെല്ലർ മാർക്കറ്റ്, ഗവൺമെൻറ് മാർക്കറ്റ്. ഫീച്ചേഴ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ മാർക്കറ്റ്. ടൈപ്സ് ഓഫ് മാർക്കറ്റ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു കൺസ്യൂമർ മാർക്കറ്റുമുണ്ട്, ഓർഗനൈസേഷണൽ മാർക്കറ്റുമുണ്ട്. അപ്പോൾ ഈ ഓർഗനൈസേഷണൽ മാർക്കറ്റിൻ്റെ ഇൻഡസ്ട്രിയൽ മാർക്കറ്റും റീസെല്ലർ മാർക്കറ്റും ഗവൺമെൻറ് മാർക്കറ്റും മൂന്നും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഓർഗനൈസേഷണൽ മാർക്കറ്റ്സ്. അതിൻ്റെ സവിശേഷ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പെക്യൂലിയർ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഏറ്റവും ആദ്യമായി പറയുന്നത് ഫ്യൂവർ ബയേഴ്സ് ആണ്. As comparing with consumer market, there may be fewer buyers in organizational market sector. നമ്മൾക്കറിയാം, ഇപ്പോൾ ഒരു ടൗണിൽ നമ്മളിപ്പോൾ സർജിക്കൽ എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ മെഡിക്കൽ പ്രോഡക്ട്സ് സപ്ലൈ ചെയ്യുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആണ് എന്ന് വിചാരിക്കാം. അവിടെ വ്യക്തികളായിട്ടുള്ള രോഗികൾ ചിലപ്പോൾ 3000 പേരോ 4000 പേരോ ഒക്കെ വന്ന് മരുന്നുകൾ വാങ്ങിക്കുന്നുണ്ടായിരിക്കും. അതേസമയം 3-4 ആശുപത്രികളിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ ഓർഗനൈസേഷണൽ ബയേഴ്സ് എന്ന് പറയുന്നത് എണ്ണത്തിൽ വളരെ കുറവായിരിക്കും. കൺസ്യൂമർ ബയേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എണ്ണത്തിൽ വളരെ ചുരുക്കം നമ്പേഴ്സാണ് ഓർഗനൈസേഷണൽ ബയേഴ്സ് ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ രണ്ടാമത്തെ ഫീച്ചർ അതാണ് പറയുന്നത്, ഈ ഫ്യൂവർ ബയേഴ്സ് ആണെങ്കിൽ അവരെങ്ങനെയാണ് ലാർജർ ബയേഴ്സ്.
ഇപ്പം 4000 രോഗികൾ വന്ന് ആ മെഡിക്കൽ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിൽ നിന്ന് വാങ്ങിക്കുന്ന മെഡിസിൻസിനേക്കാൾ എത്രയോ ഇരട്ടിയായിരിക്കും ഈ 3 ആശുപത്രികളിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഫ്യൂവർ ബയേഴ്സ് ആണെങ്കിലും ഓർഗനൈസേഷണൽ മാർക്കറ്റിലെ ബയേഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ലാർജർ ബയേഴ്സ് ആണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ടയർ മാനുഫാക്ചറിങ് കമ്പനിയാണെന്ന് വിചാരിക്കാം. ആ ടയർ മാനുഫാക്ചറിങ് കമ്പനി കാറുകൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വെഹിക്കിൾസ് എന്തെങ്കിലും വാഹനങ്ങൾ ഉണ്ടാക്കുന്ന വലിയ കമ്പനികൾക്കാണ് പ്രൊഡക്റ്റ് കൊടുക്കുന്നതെങ്കിൽ 1-2 കമ്പനികൾക്കേ കൊടുക്കുന്നുണ്ടാവുള്ളൂ. അതിൽ ഇൻഡിവിജ്വൽ ബയേഴ്സിനാണ് കൊടുക്കുന്നത് എങ്കിലോ എത്രയോ ബയേഴ്സിന്, ലക്ഷക്കണക്കിന് ആളുകൾ ഇവരുടെ ടയർ വാങ്ങിക്കുന്നുണ്ടാവും. പക്ഷേ ഇവർ ഈ 2-3 കമ്പനികളിലേക്കാണ് സപ്ലൈ ചെയ്യുന്നതെങ്കിലും എത്രയോ ക്വാണ്ടിറ്റി ടയറായിരിക്കും സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ലാർജർ ബയേഴ്സ് ആണ് ഓർഗനൈസേഷണൽ മാർക്കറ്റിൽ ഉണ്ടാകുന്നത്. ദെൻ മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് ജിയോഗ്രഫിക്കൽ കോൺസെൻട്രേഷൻ ആണ്. ഈ ഇൻഡസ്ട്രിയൽ ബയേഴ്സ് അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ ബയേഴ്സ് എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും നമ്മൾക്ക് കാണാൻ കഴിയില്ല. നോർമൽ കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ഓർഡിനറി ബയേഴ്സ് എന്ന് പറയുന്നത് എവിടെയെല്ലാം ആളുകൾ ജീവിക്കുന്നുണ്ടോ അവിടെയെല്ലാം ആളുകൾ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്നുണ്ടാവും. പക്ഷേ ഈ ഇൻഡസ്ട്രിയൽ ബയേഴ്സ് എന്ന് പറയുന്നത് ചില പ്രത്യേക ഏരിയകളിൽ, ഇപ്പം നിങ്ങൾ കേട്ടിട്ടില്ലേ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, പൂനെ, മുംബൈ, കൊൽക്കത്ത, ഡൽഹി, ചെന്നൈ, അങ്ങനെയൊക്കെയുള്ള മെട്രോപൊളിറ്റൻ സിറ്റീസ് ഉണ്ടാവും. അവിടെയൊക്കെ ആയിരിക്കും കൂടുതൽ ഓർഗനൈസേഷണൽ ബയേഴ്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ബയേഴ്സ് ഉള്ളത്. അപ്പോൾ ഈ ഫ്യൂവർ ബയേഴ്സ് ആണ്, ലാർജർ ബയേഴ്സ് ആണ്. അവരെങ്ങനെയായിരിക്കും? ജോഗ്രഫിക്കലി കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. ചില പ്രത്യേക സോണുകൾ, ഇൻഡസ്ട്രിയൽ മേഖലകളിലാണ് ഇങ്ങനെയുള്ള ഓർഗനൈസേഷണൽ ബയേഴ്സിനെ കൂടുതലായും കാണാൻ കഴിയുന്നത്. ദെൻ നാലാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ ബയേഴ്സിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഡിറൈവ്ഡ് ഡിമാൻഡാണ്. ഡിറൈവ്ഡ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാരണം കൊണ്ട് ഉണ്ടാകുന്ന ഡിമാൻഡ്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഷൂ വിൽക്കുന്ന ആളാണ് എന്ന് വിചാരിക്കാം, മാനുഫാക്ചറർ ആണ്, ഷൂവിൻ്റെ കമ്പനി, പ്രൊഡക്ഷൻ ഓഫ് ഷൂ ആണ് അവരുടെ മെയിൻ പ്രോസസ്സ്. അപ്പോൾ അവർക്ക് ആ ഷൂ ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസ് വേണം. ലെതർ വേണം, അതിൻ്റെ ലേസ് വേണം, പിന്നെ എന്തെങ്കിലും മെറ്റൽ എക്യുപ്മെൻറ്റ്സ് ഒക്കെ അതിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് വേണം, സോളിനുള്ള മെറ്റീരിയൽ വേണം. അങ്ങനെയുള്ള ഒരുപാട് പ്രോഡക്ട്സ് അവർക്ക് വാങ്ങേണ്ടതായി വരും. ആ പ്രോഡക്ട്സിന് ഡിമാൻഡ് ഉണ്ടാകണമെങ്കിൽ ആദ്യം നമ്മളുടെ മാർക്കറ്റിൽ ഷൂവിന് ഡിമാൻഡ് വേണം. നോർമൽ കൺസ്യൂമേഴ്സ് കൂടുതൽ ഷൂ വാങ്ങിക്കുന്നുണ്ടെങ്കിലേ ഷൂ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനി ഇതിന് വേണ്ട റോ മെറ്റീരിയൽസ് വാങ്ങുള്ളൂ. അപ്പോൾ ഈ റോ മെറ്റീരിയൽസിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡിമാൻഡ് ഫോർ ഷൂസ് ബൈ ഓർഡിനറി കസ്റ്റമേഴ്സ്. അപ്പോൾ അവിടെ ഒരു ഡിറൈവ്ഡ് ഡിമാൻഡാണ്, ഡയറക്റ്റ് ഡിമാൻഡ് അല്ല. ഷൂവിനുള്ള ഡിമാൻഡ് കൂടുമ്പോഴാണ് ഈ റോ മെറ്റീരിയലിനുള്ള ഡിമാൻഡും കൂടുന്നത്. അപ്പോൾ ഈ ഓർഗനൈസേഷണൽ മാർക്കറ്റിൽ ബയേഴ്സിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഡിറൈവ്ഡ് ഡിമാൻഡാണ്. ദെൻ അടുത്തതായി പറയുന്നതോ ഇൻഇലാസ്റ്റിക് ഡിമാൻഡാണ്. ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രിയൽ മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ ബയേഴ്സിൻ്റെ ഡിമാൻഡ് ഇലാസ്റ്റിക് അല്ല. അപ്പോൾ ഇലാസ്റ്റിക് എന്താണെന്ന് നമുക്കറിയണ്ടേ? ഇലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള ഒരു കണക്ഷൻ, അവ എങ്ങനെ കണക്റ്റഡ് ആയിരിക്കുന്നു എന്നുള്ളതാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് പ്രൊഡക്റ്റിൻ്റെ വില കൂടിയാൽ പ്രൊഡക്റ്റിനുള്ള ഡിമാൻഡ് കുറയും. അതാണ് നോർമൽ ഇലാസ്റ്റിസിറ്റി. ഇപ്പോൾ സ്വർണത്തിൻ്റെ വില കൂടുന്തോറും സാധാരണക്കാരായ ആളുകൾ സ്വർണം വാങ്ങുന്നത് കുറയും. അതേപോലെ നമ്മൾ 10 രൂപയ്ക്ക് വാങ്ങി ഉപയോഗിച്ചിരുന്ന ഒരു പ്രൊഡക്റ്റ് തൊട്ടടുത്ത ദിവസം തന്നെ അതിൻ്റെ ക്വാളിറ്റിയിലോ ക്വാണ്ടിറ്റിയിലോ ഒരു വ്യത്യാസവും ഇല്ലാതെ 50 രൂപയായി കഴിഞ്ഞാൽ നമ്മളത് വാങ്ങിക്കില്ല. പകരം 10 രൂപയ്ക്ക് കിട്ടുന്ന അതേപോലെയുള്ള ആൾട്ടർനേറ്റീവ് പ്രൊഡക്റ്റ് തേടി പോവും. അപ്പോൾ പ്രൈസ് കൂടിയാൽ ഡിമാൻഡ് കുറയും. നേരെ ഓപ്പോസിറ്റുമാണ്, പ്രൈസ് കുറഞ്ഞാൽ ഡിമാൻഡ് കൂടും. അങ്ങനെ ഒരു ഇൻവേഴ്സ് റിലേഷൻ ആണ് പ്രൈസും ഡിമാൻഡും തമ്മിലുള്ളത്. ആ തിയറിയാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി.
ചേഞ്ച് ഇവരുടെ ഡിമാൻഡ് ഓർഗനൈസേഷണൽ മാർക്കറ്റിൽ നമ്മുടെ ബയേഴ്സ് പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നേരിട്ടാണ് പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത്. അതല്ലാതെ ഇടനിലക്കാരായ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെന്നോ ഹോൾസെയിലേഴ്സിൻ്റെന്നോ ഏജൻസിൻ്റെന്നോ ഒന്നുമല്ല നമ്മളുടെ ഓർഗനൈസേഷണൽ ബയേഴ്സ് ആരിൽ നിന്നാണ് പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത്? നമ്മളുടെ ഒറിജിനൽ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ മാനുഫാക്ചറേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ്. ദെൻ രണ്ടാമതായി പറയുന്നത് റെസിപ്രോക്കൽ ആയിട്ടുള്ള റെസിപ്രോസിറ്റി പറയും. അതായത് റെസിപ്രോക്കൽ പർച്ചേസുകൾ ഉണ്ടാവും. ഇപ്പോൾ നമ്മളുടെ സ്ഥാപനം ഒരു പേപ്പർ പ്രൊഡ്യൂസിങ് കമ്പനിയാണെന്ന് വിചാരിക്കുക. പേപ്പർ കമ്പനിയാണ്. അപ്പോൾ ആ പേപ്പർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റോ മെറ്റീരിയൽ അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കല് നമ്മൾ വേറൊരു കമ്പനിയിൽ നിന്നായിരിക്കും വാങ്ങിക്കുന്നത്. അപ്പോൾ നമ്മൾ കെമിക്കൽ കമ്പനിയോട് പറയും, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇത്രയും കൂടുതൽ കെമിക്കൽസ് ഞങ്ങൾ വാങ്ങിക്കുന്നത് പേപ്പർ പ്രൊഡക്ഷന് വേണ്ടിയാണ്. അപ്പം നമ്മുടെ പേപ്പർ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉൽപ്പന്നമാണല്ലോ പേപ്പർ, അത് നിങ്ങളും വാങ്ങിക്കണം, തിരിച്ചും വാങ്ങിക്കണം എന്ന് പറയും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ഇടപാട്, ഇങ്ങോട്ട് പർച്ചേസ് ചെയ്യുന്നതിന് പകരമായി തിരിച്ച് അങ്ങോട്ടും പർച്ചേസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റുകൾ ഓർഗനൈസേഷണൽ മാർക്കറ്റുകളിൽ നമുക്ക് കാണാൻ കഴിയും. ദെൻ മൂന്നാമതായി പറയുന്നത് ലീസിംഗ് ആണ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതലായി ഓർഗനൈസേഷണൽ മാർക്കറ്റിൽ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് ലീസിംഗ് ഓഫ് എക്യുപ്മെൻറ്റ്സ്. ഔട്ട്റൈറ്റ് പർച്ചേസിനേക്കാൾ ഏറ്റവും ലാഭമുള്ളതാണ് ലീസിങ്. ഔട്ട്റൈറ്റ് പർച്ചേസ് എന്ന് പറയുമ്പോൾ റെഡി ക്യാഷ് പർച്ചേസ്. നമ്മൾ പ്ലാന്റ് ആൻഡ് മെഷീനറിയോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങിക്കുമ്പോൾ ലക്ഷങ്ങളാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരാം. എന്നാൽ അതേസമയം നമ്മൾക്കിപ്പോൾ 5 വർഷത്തിനൊക്കെ ഇത് ആവശ്യമുള്ളൂ എങ്കിൽ അതേ എക്യുപ്മെൻറ്റ് നമ്മൾക്ക് 5 വർഷത്തിന് ലീസിന് എടുക്കാൻ കിട്ടും. പാട്ടത്തിന് എടുക്കുക എന്നൊക്കെ പറയില്ലേ. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് വാങ്ങിക്കുകയും ചെയ്യാം, ഉപയോഗിക്കുകയും ചെയ്യാം.
രണ്ടാമത്തേത് മോഡിഫൈഡ് റീബൈ ആണ്. നമ്മൾ വാങ്ങിക്കുന്നുണ്ട്, വീണ്ടും വാങ്ങിക്കുന്നുണ്ട്, പക്ഷെ അവിടെ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് സ്പെസിഫിക്കേഷൻസ് ഒക്കെ കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾക്ക് ആവശ്യമായ രീതിയിൽ ഇതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തണം എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കും. അങ്ങനെയുള്ള റീബൈ ആണ് മോഡിഫൈഡ് റീബൈ. എന്നാൽ മൂന്നാമത്തെ കേസ് ഓഫ് ബൈയിങ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ന്യൂ ടാസ്ക് ഓഫ് ബൈയിങ് ആണ്. നമ്മളുടെ സ്ഥാപനം വ്യക്തമായ റിസർച്ച് ഒക്കെ നടത്തി നമ്മൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് ഏതാണ്, അത് നൽകുന്ന സപ്ലയേഴ്സ് ആരൊക്കെയാണ്, ഏത് സപ്ലയറുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് നമ്മൾക്ക് സ്യൂട്ട് ആയിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായ പഠനം നടത്തി ഏറ്റവും നല്ല സപ്ലയറെ തിരഞ്ഞെടുത്ത് അവർക്ക് ഓർഡർ കൊടുത്ത് പുതിയതായി നടത്തുന്നത് പോലെ ചെയ്യുന്ന പർച്ചേസിങ് അല്ലെങ്കിൽ ബൈയിങ് ആണ് മൂന്നാമത്തെ കാറ്റഗറി. അപ്പോൾ സ്ട്രെയിറ്റ് റീബൈ ആവാം, മോഡിഫൈഡ് റീബൈ ആവാം, അല്ലെങ്കിൽ ന്യൂ ടാസ്ക് ഓഫ് ബൈയിങ് ആഫ്റ്റർ റിസർച്ച് ആവാം. ഈ സിറ്റുവേഷൻസിലൂടെയാണ് ഒരു ഓർഗനൈസേഷണൽ ബയർ മിക്കവാറും ബൈയിങ് പ്രോസസ്സ് നടത്തുമ്പോൾ കടന്നു പോകാറുള്ളത്. നെക്സ്റ്റ് ടോപ്പിക്, മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. വി നോ ദാറ്റ് എ മാർക്കറ്റ് കൺസിസ്റ്റ് ഓഫ് ലാർജ് ഗ്രൂപ്പ് ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആൻഡ് ദർ മേ ബി പ്രസൻസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. And normally there may be lack of homogeneity in supply side and demand side. നമ്മളുടെ മാർക്കറ്റിൽ ഒരുപാട് ബയേഴ്സ് ഉണ്ടായിരിക്കും, ഒരുപാട് സപ്ലയേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ സെല്ലേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇവരെല്ലാം വ്യത്യസ്ത സ്വഭാവങ്ങളുള്ളവരായിരിക്കും. പ്രോഡക്റ്റിന് സപ്ലൈ പലതരത്തിലുള്ളതായിരിക്കും. പ്രോഡക്റ്റിനുള്ള ഡിമാൻഡ്, കൺസ്യൂമേഴ്സിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നതും എല്ലാം ഹെറ്ററോജനിറ്റിയാണ്, വ്യത്യസ്തമായിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഈ മാർക്കറ്റിനെ പൂർണ്ണമായും കവർ ചെയ്യുക എന്ന് പറയുന്നത് പലപ്പോഴും എല്ലാ സ്ഥാപനങ്ങളെ കൊണ്ടും കഴിയാറില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, ദേ വിൽ ഡിവൈഡ് ദ ടോട്ടൽ മാർക്കറ്റ് ഇൻ ടു ഡിഫറെൻറ്റ് സബ് മാർക്കറ്റ്സ് ഓർ സെഗ്മെൻറ്റ്സ് ആൻഡ് സാറ്റിസ്ഫൈ ദ നീഡ്സ് ഓഫ് ദാറ്റ് സെഗ്മെൻറ്റ്. അതായത് ദ സെഗ്മെൻറ്റേഷൻ പ്രോസസ് ഈസ് ഡൺ ഓൺ ദ ബേസിസ് ഓഫ് ഹോമോജിനിറ്റി. നമ്മൾ എന്ത് ചെയ്യും, ടോട്ടൽ മാർക്കറ്റിനെ എന്തായാലും ഫുള്ളായിട്ട് നമ്മൾക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ടോട്ടൽ മാർക്കറ്റിനെ പല പല ചെറിയ ഭാഗങ്ങളായി നമ്മൾ ഡിവൈഡ് ചെയ്യും. എന്തിനെ അടിസ്ഥാനമാക്കിയാണ് ഡിവൈഡ് ചെയ്യുന്നത്, ആ ഒരു പർട്ടിക്കുലർ പോർഷനിലുള്ള ബയേഴ്സിൻ്റെ അല്ലെങ്കിൽ സപ്ലയേഴ്സിൻ്റെ പൊതു സ്വഭാവം, അതിനെ അടിസ്ഥാനമാക്കി ടോട്ടൽ മാർക്കറ്റിനെ ചെറിയ ചെറിയ സബ് മാർക്കറ്റുകളായി അല്ലെങ്കിൽ സെഗ്മെൻറ്റുകളായി നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ സ്ഥാപനത്തിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്തിലേക്ക് ഡയറക്റ്റ് ചെയ്യും, നമ്മൾ ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റ് സെലക്ട് ചെയ്യും. എന്നിട്ട് ആ സെഗ്മെൻറ്റിലുള്ള കൺസ്യൂമേഴ്സിനെ അല്ലെങ്കിൽ അവിടെയുള്ള ഡിമാൻഡിനനുസരിച്ച് പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യാൻ ശ്രമിക്കും. കാരണം നമ്മൾക്ക് എന്തിന് കഴിയാത്തത് കൊണ്ടാണ്, ഈ ഇത്രയും ടോട്ടൽ പല പല വൈവിധ്യം നിറഞ്ഞ ആളുകളാണ് അവിടെയുള്ളത്. അപ്പോൾ അവരെ എല്ലാവരെയും നമ്മൾക്ക് സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് നമ്മൾക്ക് സ്യൂട്ടായ സെഗ്മെൻറ്റ് ഏതാണ് അല്ലെങ്കിൽ സബ് മാർക്കറ്റ് ഏതാണ് അത് സെലക്ട് ചെയ്യും. ചില കമ്പനികൾ, ചിലർ എല്ലാ സെഗ്മെൻറ്റിനെയും സെലക്ട് ചെയ്യും. അങ്ങനെ പല രീതിയിൽ നമ്മൾ സെഗ്മെൻറ്റേഷൻ നടത്താറുണ്ട്. അവിടെയുള്ള കൺസ്യൂമേഴ്സിൻ്റെ ബിഹേവിയർ അനുസരിച്ച്, അവിടെയുള്ള ഭൂപ്രദേശത്തിൻ്റെ സവിശേഷതകൾക്കനുസരിച്ച് പല രീതിയിലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സെഗ്മെൻറ്റേഷൻ നടത്താറുണ്ട്. അങ്ങനെ സെഗ്മെൻറ്റേഷൻ നടത്തിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ആ പർട്ടിക്കുലർ ഏരിയ ഏതാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതിനു വേണ്ടി മാത്രം എഫേർട്സ് എടുത്താൽ മതി. അപ്പോൾ സെഗ്മെൻറ്റേഷൻ പല പാറ്റേണിൽ ചെയ്യാറുണ്ട്. ഒന്ന് അൺഡിഫറൻഷിയേറ്റഡ് സെഗ്മെൻറ്റേഷൻ, ഡിഫറൻഷിയേറ്റഡ് സെഗ്മെൻറ്റേഷൻ, കോൺസെൻട്രേറ്റഡ് സെഗ്മെൻറ്റേഷൻ. അൺഡിഫറൻഷിയേറ്റഡ് സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ പ്രൊവൈഡിങ് യൂണിഫോം പ്രോഡക്റ്റ് ടു ആൾ സെഗ്മെൻറ്റ്സ്. എല്ലാവർക്കും ഒരേപോലെയുള്ള പ്രോഡക്റ്റ് കൊടുക്കുക, അതിനെയാണ് എന്ത് പറയുന്നത്, അൺഡിഫറൻഷിയേറ്റഡ്. ആർക്കും നമ്മൾ വ്യത്യാസം കാണുന്നില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാനില ഐസ്ക്രീം. വാനില ഐസ്ക്രീം കുട്ടികൾക്കാണെങ്കിലും വലിയ ആളുകൾക്കാണെങ്കിലും എല്ലാം ഒരേ ടൈപ്പ് ഐസ്ക്രീം അല്ലേ. അപ്പോൾ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ സെർവ് ചെയ്യുന്ന പ്രോഡക്റ്റ് മാർക്കറ്റിലുള്ള എല്ലാവർക്കും ഒരുപോലെ, ആ രീതിയിലുള്ള സെഗ്മെൻറ്റേഷൻ അൺഡിഫറൻഷിയേറ്റഡ്.
യാതൊരു തരത്തിലുള്ള വ്യത്യാസവും ഇല്ലാതെ. എന്നാൽ രണ്ടാമത്തെ കാറ്റഗറി അങ്ങനെയല്ല, ഡിഫറൻഷിയേറ്റഡ് ആണ്. വി ആർ ഫോമിങ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഫോർ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് ഡിഫറൻ്റ്ലി. ഓരോ ഗ്രൂപ്പിനും ഓരോ തരത്തിലുള്ള സ്ട്രാറ്റജി. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ മരുന്നുകളൊക്കെ ആണെങ്കിൽ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക്, അഡോപ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾക്ക് എത്രമാത്രം ഫണ്ട് അവൈലബിൾ ആയിട്ടുണ്ട്, അങ്ങനെ ഓരോ സ്റ്റേജിനനുസരിച്ചും, പിന്നെ നമ്മളുടെ ബേർഡൻ, കോസ്റ്റ് അഫോർഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി എത്രയുണ്ട്, അതിനനുസരിച്ചൊക്കെ ഏത് പാറ്റേൺ ആണ് വേണ്ടത് എന്ന സ്ഥാപനം അവരുടെ ഏറ്റവും സ്യൂട്ടായ രീതിക്കുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജിക്ക് അനുസരിച്ച് അഡോപ്റ്റ് ചെയ്യും. അപ്പോൾ ഡിഫറൻഷിയേറ്റഡോ അൺഡിഫറൻഷിയേറ്റഡോ കോൺസെൻട്രേറ്റഡോ ആയ സെഗ്മെന്റേഷൻ പ്രോസസ്സ് നമ്മൾക്ക് സ്വീകരിക്കാം. ദെൻ ഈ മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഡിഫേഴ്സ് ഫ്രം പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ. സാധാരണ നമ്മൾ പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ എന്നൊരു കൺസെപ്റ്റ് പറയാറുണ്ട്. അത് ഇറ്റ് സെപ്പറേറ്റ്സ് അവർ പ്രോഡക്റ്റ് ഫ്രം ദാറ്റ് ഓഫ് കോമ്പറ്റേറ്റേഴ്സ്. മറ്റുള്ള നമ്മൾ നൽകുന്ന പ്രോഡക്റ്റ്, ഇതേപോലെയുള്ള പ്രോഡക്റ്റ് നൽകുന്ന മറ്റ് കോമ്പറ്റേറ്റേഴ്സിൻ്റെ ഉൽപ്പന്നങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കി നിലനിർത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ. അത് അതിൻ്റെ ഷേപ്പിലാവാം, കളറിലാവാം, യൂട്ടിലിറ്റിയിലാവാം, പ്രൈസിലാവാം, ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് ഓഫർ ചെയ്യുന്നതിലാവാം. എന്താണെങ്കിലും നമ്മുടെ ഉൽപ്പന്നത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കി നിലനിർത്തുന്നതാണ് പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ. അതൊരു വൈഡ് കൺസെപ്റ്റ് ആണ്. മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള മാർക്കറ്റിനെ ചില പ്രത്യേക സ്വഭാവങ്ങളുടെ അടിസ്ഥാനത്തിൽ പല ചെറിയ ചെറിയ ഘടകങ്ങളാക്കി മാറ്റുന്നു. എന്നിട്ട് അതിലത്തെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോർഷനിൽ കൂടുതൽ ആഴത്തിൽ നമ്മൾക്ക് ബിസിനസ് നേടിയെടുക്കാൻ വേണ്ടി നടത്തുകയാണ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ. പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ അങ്ങനെയല്ല. നമ്മൾ അതിൻ്റെ ബ്രെഡ്ത്ത്, മാർക്കറ്റിൻ്റെ അത്രയും ഭാഗം, കൂടുതൽ ഭാഗം കവർ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മുടെ ഉൽപ്പന്നത്തെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിർത്തുന്നതാണ് പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ. ദെൻ എന്തൊക്കെയാണ് ഇങ്ങനെ മാർക്കറ്റ് സെഗ്മെന്റേഷൻ നടത്തുന്നത് കൊണ്ട് നമ്മൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്താണ് സെഗ്മെന്റേഷൻ്റെ? ഏറ്റവും ആദ്യമായി പറയുന്നത് നോ വേസ്റ്റേജ് ഓഫ് മാർക്കറ്റിംഗ് എഫേർട്സ്. ടോട്ടൽ മാർക്കറ്റിനെ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് ആക്കി ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റ് മാത്രമേ നമ്മൾ തിരഞ്ഞെടുക്കുന്നുള്ളൂ എങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്താൽ മതി. അപ്പം നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള മാർക്കറ്റിംഗ് എഫേർട്സ് മുഴുവൻ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ വേസ്റ്റേജിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാകുന്നില്ല. ദെൻ രണ്ടാമതായി പറയുന്നത് പ്രോപ്പർ അറ്റൻഷൻ ടു പർട്ടിക്കുലർ ഏരിയ. നമ്മൾ ആ തിരഞ്ഞെടുത്ത ഭാഗം മാത്രം നമ്മൾ നോക്കിയാൽ മതി. ബാക്കിയുള്ള ഏരിയാസിനെ ഒന്നും കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ കഴിയും. ദെൻ ടേക്ക് കെയർ ഓഫ് കസ്റ്റമർ റിക്വയർമെൻറ്റ്സ്.
ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് മാത്രമേ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യവും ശ്രദ്ധയും കൊടുക്കാൻ കഴിയും. ദെൻ അടുത്തതായി പറയുന്നത് സെപ്പറേറ്റ് മാർക്കറ്റിംഗ് പോളിസി ടു ഡിഫറെൻറ്റ് ബയേഴ്സ്. വളരെ കുറച്ച് പേരെ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ ഉള്ള ആളുകളെ അവരുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് നമ്മൾക്ക് വേറെ വേറെ മാർക്കറ്റിംഗ് പോളിസികളിലൂടെ കെയർ ചെയ്യാൻ കഴിയും. ദെൻ എഫക്റ്റീവ് യൂസ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് മീഡിയ. ഒരു പർട്ടിക്കുലർ ഏരിയ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് സ്യൂട്ടാകുന്ന രീതിയിൽ ഏറ്റവും നന്നായി അഡ്വർടൈസിങ് മീഡിയ ഉപയോഗിക്കാൻ നമ്മൾക്ക് കഴിയും. ദെൻ എഫക്റ്റീവ് യൂസ് ഓഫ് മാർക്കറ്റിംഗ് റിസോഴ്സസ്. ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞതുപോലെ തന്നെ എഫേർട്സ് പോലെ തന്നെ മാർക്കറ്റിംഗ് റിസോഴ്സസ് ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ കഴിയും. ലാസ്റ്റിൽ പറയുന്നത് പ്രോപ്പർ 4Ps ഡിസൈൻ. നമ്മൾ സെലക്റ്റഡ് സെഗ്മെന്റിന് വേണ്ടി നമ്മൾ പറയാറില്ലേ 4Ps ഓഫ് മാർക്കറ്റിംഗ്, പ്രോഡക്റ്റ്, പ്രൈസ്, പ്രൊമോഷൻ എന്നൊക്കെ പ്ലേസ്. ആ രീതിയിൽ വരുന്ന മാർക്കറ്റിംഗ് മിക്സ് എലമെൻസിനെ ഏറ്റവും നന്നായി ഡിസൈൻ ചെയ്യാൻ ഈ സെഗ്മെൻറ്റേഷനിലൂടെ നമ്മൾക്ക് കഴിയുന്നു. അപ്പോൾ ഈ മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മളിങ്ങനെ വെറുതെ പറഞ്ഞാൽ പോരാ. ടോട്ടൽ മാർക്കറ്റിനെ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് ആക്കണം. എന്നിട്ട് അതിലത്തെ നമ്മൾക്ക് ഏറ്റവും സ്യൂട്ടായ ഭാഗം സെലക്ട് ചെയ്യണം. അതിനുവേണ്ടി എന്തെങ്കിലും പ്രോഗ്രാമുകൾ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ രൂപീകരിക്കണം, അത് അപ്ലൈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ മാത്രം പോരാ. നമ്മൾക്ക് അത് ചെയ്യാൻ കഴിയണം. അതിന് വേണ്ട റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്? ഏറ്റവും ആദ്യമായി മെഷറബിലിറ്റി. നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയണം? നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള മാർക്കറ്റിനെ ക്വാണ്ടിഫയബിൾ ആയിട്ട് നമ്മൾക്ക് മെഷർ ചെയ്യാൻ കഴിയണം. എത്ര കൺസ്യൂമേഴ്സ് ഉണ്ട്, എന്തൊക്കെ എങ്ങനെയുള്ള കൺസ്യൂമേഴ്സാണ്, അവരുടെ ഡിമാൻഡ് എങ്ങനെയായിരിക്കും, അങ്ങനെയൊക്കെ നമ്മൾക്ക് ക്വാണ്ടിഫയബിൾ ചെയ്യാൻ കഴിയുന്ന മാർക്കറ്റിനെ മാത്രമേ സെഗ്മെൻറ്റേഷൻ നടത്താൻ കഴിയുള്ളൂ. ദെൻ ആക്സസബിലിറ്റി. നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയണം? വെറുതെ സെഗ്മെൻറ്റേഷൻ നടത്തിയാൽ പോരാ. അവരെ എന്ത് ചെയ്യണം? അതിലേക്ക് നമ്മൾക്ക് മാർക്കറ്റ് ആക്സസിബിലിറ്റി വേണം. ഇപ്പോൾ ഏറ്റവും ആദ്യം പറഞ്ഞില്ലേ മെഷറബിലിറ്റി. ഇപ്പോൾ നമ്മൾ സിഗരറ്റ് സ്മോക്കേഴ്സിനെ കുറിച്ച് സെഗ്മെൻറ്റേഷൻ നടത്തുകയാണ്. രക്ഷിതാക്കളോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കാൻ പുകവലിക്കുന്നവർ, അവർ ഏതെങ്കിലും കുടുംബങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. അവരെയൊന്നും നമുക്ക് മെഷർ ചെയ്യാൻ കഴിഞ്ഞോളുന്നില്ല. ആക്സസബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് സെഗ്മെൻറ്റ് അല്ലെങ്കിൽ മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്തു. ആ സെഗ്മെൻറ്റ് ചെയ്ത അവിടെയുള്ള യൂസേഴ്സിന് പ്രോപ്പറായിട്ട് എല്ലാ പ്രോഡക്റ്റും സപ്ലൈ ചെയ്യാൻ നമ്മൾക്ക് കഴിയണം. അതിനുള്ള കഴിവുള്ള ആളുകളെ സെഗ്മെൻറ്റേഷൻ നടത്തിയിട്ടുള്ള കാര്യമുള്ളൂ. ഇതിൽ പറയുന്നുണ്ട് അൺമാരീഡ് മാൻ, അവരൊരു പർട്ടിക്കുലർ ബ്രാൻഡ് ഉപയോഗിക്കുന്നുണ്ട്, അത് ഉപയോഗിച്ച് അവർ ബാറുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ നമ്മൾക്ക് കണ്ടുപിടിക്കണമെങ്കിലൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അവരിലേക്ക് പ്രോഡക്റ്റ് എത്തിക്കാനൊക്കെ. അപ്പോൾ ആക്സസബിലിറ്റി ഒരു റിക്വയർമെൻ്റ് ആണ്. ദെൻ സബ്സ്റ്റാൻഷ്യബിലിറ്റി. നമ്മളുടെ സെഗ്മെൻറ്റിന് ആവശ്യമായ പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യാനുള്ള കഴിവ് നമ്മൾക്ക് വേണം. ഇപ്പോൾ ഒരു ചെറിയ റിസോർട്ട് നടത്തുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അയാൾ അടുത്ത വർഷം വരുന്ന ടൂറിസ്റ്റുകളെ മുഴുവൻ കവർ ചെയ്യണം. അപ്പോൾ ഒരു 20,000 പേര് അവിടെ ടൂറിസ്റ്റായിട്ട് വരുന്നുണ്ട്. ഇയാളുടെ സ്ഥാപനത്തിൽ ആകെ 25 സ്റ്റാഫേ ഉള്ളൂ. ഈ 25 സ്റ്റാഫിനെ കൊണ്ട് 20,000 ടൂറിസ്റ്റുകളെ നമ്മൾക്ക് അവർക്ക് വേണ്ട പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ സബ്സ്റ്റാൻഷ്യബിലിറ്റി വേണം. ദെൻ അടുത്തതായി പറയുന്നത് ആക്ഷനബിലിറ്റി. നമ്മൾക്ക് ഒരു പർട്ടിക്കുലർ ഇപ്പോൾ ഇത് നമ്മൾ പറഞ്ഞില്ലേ സബ്സ്റ്റാൻഷ്യൽ, നമ്മൾക്ക് അത്രയും കവർ ചെയ്യാനുള്ള കഴിവ് എന്ന് പറഞ്ഞില്ലേ, അതേപോലെയാണ് ഇപ്പോൾ ഇതും വരുന്നത്. ആക്ഷനബിലിറ്റി നമുക്ക് നടപ്പിലാക്കാൻ കഴിയണം. ഇപ്പോൾ നമ്മുടെ കേസ് തന്നെ എടുക്കാം. അപ്പോൾ ആ ടൂറിസ്റ്റിന് മുഴുവൻ പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിച്ചു. പക്ഷെ നടപ്പിലാക്കാൻ കഴിയുമോ? ഇല്ല. 20,000 ടൂറിസ്റ്റും ഇവിടെ നമുക്ക് 25 സ്റ്റാഫും. അപ്പോൾ അത് നടപ്പിലാക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഓരോ സെഗ്മെൻറ്റേഷൻ നടത്തുമ്പോഴും നമ്മൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം അല്ലെങ്കിൽ അത് നമ്മൾക്ക് നടത്താൻ കഴിയുമോ, ഇതെല്ലാം നോക്കണം. ഇപ്പോൾ ഈ സബ്സ്റ്റാൻഷ്യബിലിറ്റിയിൽ തന്നെ നമ്മൾക്ക് ഉദാഹരണം പറയാൻ കഴിയും. ഇപ്പോൾ കാറ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കാം. അപ്പോൾ അവർ തോന്നുകയാണ് നമ്മൾക്ക് സെഗ്മെൻറ്റേഷൻ നടത്തുമ്പോൾ 7 അടിയിലധികം ഉയരമുള്ള ആളുകൾക്കുള്ള കാറ് അതാരും പ്രൊഡ്യൂസ് ചെയ്യാറില്ല. അപ്പോൾ അത് പുതിയൊരു സെഗ്മെൻ്റ് ആക്കിയിട്ട് നമ്മൾക്ക് അതിനു വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് പറഞ്ഞ് ഇവർ പ്രൊഡ്യൂസ് ചെയ്തു. 7 അടിയിലധികമുള്ള ആളുകൾ എന്ന് പറയുന്നത് വളരെ റെയറാവും. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ അതിന് മാത്രം വിൽപ്പനയൊന്നും നമ്മൾക്ക് നേടിയെടുക്കാൻ കഴിയും.
പ്രോഡക്ട്സും സ്ത്രീ വ്യത്യാസം വരും. അതിനെ ബേസ് ചെയ്തുകൊണ്ട് സെഗ്മെന്റേഷൻ നടത്താം. എക്സാമ്പിളായിട്ട് ഒക്കേഷൻ, ഫെസ്റ്റിവൽ സീസണുകൾ, കല്യാണങ്ങൾ, പെരുന്നാൾ, അങ്ങനെയൊക്കെ അതിനനുസരിച്ചൊക്കെ ഓരോ പ്രോഡക്റ്റ് പ്രൊഡക്ഷൻ സ്ട്രാറ്റജിയിലും മാർക്കറ്റിങ്ങിലും വ്യത്യാസം വരുത്താം. യൂസർ സ്റ്റാറ്റസ്, അത് ഉപയോഗിക്കുന്ന ആളുകൾ അവരുടെ സ്റ്റാറ്റസിനനുസരിച്ച് പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻസ് നടത്താം. അതായത് ഫസ്റ്റ് ടൈം യൂസേഴ്സ് ഉണ്ടാവും, റെഗുലർ യൂസേഴ്സ് ഉണ്ടാവും, പൊട്ടൻഷ്യൽ യൂസേഴ്സ് ഉണ്ടാവും. അതിനനുസരിച്ച് സെഗ്മെന്റേഷൻ നടത്താം. പിന്നെ ഇപ്പോൾ ഇതിൽ ഒക്കേഷൻ്റെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ. ടൂറിസ്റ്റ് സമയങ്ങളിലാണെങ്കിൽ ജ്യൂസിന് ഡിമാൻഡ് കൂടുമ്പോൾ ഓറഞ്ച് ജ്യൂസ് സപ്ലൈ കൂട്ടുക, അങ്ങനെയൊക്കെയുള്ള സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യാം. പിന്നെ യൂസർ റേറ്റ് ആണ്, യൂസേജ് റേറ്റ്. ചില ആളുകൾ എപ്പോഴും പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്നവരുണ്ടാവും, റെഗുലർ യൂസേജ്. ചിലർ എപ്പോഴെങ്കിലുമൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നവരുണ്ടാവും, ചിലർ അപൂർവമായി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ എപ്പോഴും വാങ്ങി ഉപയോഗിക്കുന്ന ആൾക്കാർ കുറച്ചേ ഉണ്ടാവുള്ളൂ, പക്ഷേ അവരുടെ സെയിൽസ് വോള്യം ആയിരിക്കും കൂടുതൽ. അതിനനുസരിച്ച് നമ്മൾ സ്ട്രാറ്റജിയിൽ വ്യത്യാസം വരുത്തണം. പിന്നെ ലോയൽറ്റി സ്റ്റാറ്റസ്, നമ്മളുടെ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്ന ആളുകളുടെ വിശ്വാസ്യത. അതിൽ ഹാർഡ് കോർ ലോയൽറ്റി ഉണ്ട്, സോഫ്റ്റ് കോർ ലോയൽറ്റി ഉണ്ട്, ഷിഫ്റ്റിംഗ് ലോയൽറ്റി ഉണ്ട്, സ്വിച്ചേഴ്സ് ഉണ്ട്. ഹാർഡ് കോർ എന്ന് പറഞ്ഞാൽ സ്ഥിരമായി ഒരേ പാറ്റേൺ മാത്രം. ഇപ്പോൾ 5 ബ്രാൻഡ് ഉണ്ടെങ്കിൽ ബ്രാൻഡ് നമ്പർ 1 എ എന്നുള്ള ബ്രാൻഡ് ഉപയോഗിക്കുന്നത് വെച്ചാൽ എ മാത്രം. സോഫ്റ്റ് ലോയൽ അല്ലെങ്കിൽ സോഫ്റ്റ് കോർ ലോയൽറ്റി എന്ന് പറഞ്ഞാൽ 2 or 3 ബ്രാൻഡൊക്കെ ഉപയോഗിക്കും, ഒന്നുകിൽ എ അല്ലെങ്കിൽ ബി. അപ്പോൾ എ അല്ലെങ്കിൽ ബി അത് മാത്രം. ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു ബ്രാൻഡ് കുറേ കാലം ഉപയോഗിക്കും, പിന്നെ അതിൽ നിന്ന് മാറി വേറൊരു ബ്രാൻഡ് ഉപയോഗിക്കും, അവരുടെ പാറ്റേൺ വ്യത്യാസമുണ്ട്. സ്വിച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അവരെല്ലാം ഇടകലർത്തി ഉപയോഗിക്കും, സ്ഥിരമായിട്ടൊന്നുമില്ല. അങ്ങനെയുള്ള ബ്രാൻഡ് ലോയൽറ്റി യൂസ്
ടൈപ്പ് ഓഫ് ബൈയിങ് സിറ്റുവേഷൻ ആണ്. അത് നമ്മൾ ഇതിൻ്റെ മുന്നേ പറഞ്ഞു കഴിഞ്ഞതാണ്. ന്യൂ ബൈ അതായത് പുതിയതായിട്ട് വാങ്ങിക്കുന്ന രീതി, മോഡിഫൈഡ് ബൈ സ്പെസിഫിക്കേഷൻ കൊടുത്ത് ചെയ്യുന്നത്, സ്ട്രെയിറ്റ് റീബൈ തുടർച്ചയായി ഒരേ പാറ്റേണിൽ റീബൈ ചെയ്യുന്നത്. ഈ സെഗ്മെൻറ്റേഷനൊക്കെ ഞങ്ങളുടെ ടെക്സ്റ്റിൽ ഇങ്ങനെ ഒരു ചാർട്ടായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയാൽ നിങ്ങൾക്ക് ഒരൊറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാം. അപ്പോൾ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഡിങ് ടോട്ടൽ മാർക്കറ്റ് ഇൻ ടു സബ് മാർക്കറ്റ്, ഡിഫറെൻറ്റ് സബ് മാർക്കറ്റ് അക്കോർഡിംഗ് ടു ദയർ ഹോമോജീനസ് ക്യാരക്ടർ. ആ സെലക്ട് ചെയ്യുന്ന സബ് സെഗ്മെൻറ്റിലുള്ള ആളുകളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും ഒരു കോമൺ ഫീച്ചർ ഉണ്ടായിരിക്കും.